KWAൻ്റെ MLT പോർഷൻസ് എന്ന് വരുന്ന സബ്ജക്റ്റാണ് ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത്. അതായത് ബ്ലഡ് ബാങ്കിങ് ആൻഡ് ഇമ്മ്യൂണോ ഹെമറ്റോളജി എന്ന് പറഞ്ഞ പാർട്ടിലെ ബ്ലഡ് ബാങ്കിങ് ആൻഡ് ഇമ്മ്യൂണോ ഹെമറ്റോളജി എന്ന് പറഞ്ഞ ഭാഗത്തിലെ കുറച്ച് ടോപ്പിക്സാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ, അതായത് ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ടൈപ്പ് എന്നും നമ്മൾ പറയും. മനസ്സിലായില്ലേ? അതായത് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് ഓൾസോ കോൾഡ് ബ്ലഡ് ടൈപ്പ്. ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ടൈപ്പ് എന്നും കൂടി അതിന് അർത്ഥമുണ്ട്. ഇനി ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഡിസ്ക്രൈബ്ഡ് ബൈ കാൾ ലാൻസ്റ്റീനർ. ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം, അതായത് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് കാൾ ലാൻസ്റ്റീനർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. 1901 കാൾ ലാൻസ്റ്റീനർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് സക്സസ്ഫുൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സർജറി ചെയ്തിട്ടുള്ളത് റോബൺ ഒറ്റൻബർഗ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ഫസ്റ്റ് സക്സസ്ഫുള്ളി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സർജറി ചെയ്തത് റോബൺ ഒറ്റൻബർഗ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. അത് 1984 അത് ചെയ്തിട്ടുള്ളത്. ഇനി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു ബ്ലഡ് ടൈപ്പാണ് നമ്മുടെ ശരീരത്തിൽ കയറ്റുന്നതെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ മനസ്സിലാക്കി റിജക്റ്റ് ചെയ്യും. അതാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനിൽ പറയുന്നത്. നമ്മൾ വേറൊരു ബ്ലഡ് ടൈപ്പാണ് നമ്മളെ ശരീരത്തിൽ കയറ്റുന്നതെങ്കിൽ നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ റിജക്റ്റ് ചെയ്തിട്ട് അതിനെ മാച്ചാക്കില്ല. ഇനി ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റത്തിൽ 4 ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്. A, B, AB ആൻഡ് O ഗ്രൂപ്പ്. ഇതിൽ RBCയുടെയും പ്ലാസ്മയുടെയും ബേസിസിൽ ആൻറ്റിജൻ ആൻറ്റിബോഡി, അതായത് ഓൺ ദ ബേസിസ് ഓഫ് ആൻറ്റിജൻ ആൻഡ് ആൻറ്റിബോഡീസ് ഇൻ RBC ആൻഡ് പ്ലാസ്മ ബ്ലഡ് ഗ്രൂപ്പ്സ് ആർ ഡിവൈഡഡ് ഇൻറ്റു 4. നമുക്കറിയാം RBCയിലും പ്ലാസ്മയിലുള്ള ആൻറ്റിജൻ്റെയും ആൻറ്റിബോഡിയുടെയും ബേസിസിലാണ് ബ്ലഡ് ഗ്രൂപ്പ്സ് 4 തിരിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ മുകളിൽ തന്നിട്ടുള്ള AB ആൻഡ് O എന്നീ 4 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടില്ലേ, അത് അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ആൻറ്റിജൻ ആൻഡ് ആൻറ്റിബോഡീസ് ഇൻ RBC ആൻഡ് പ്ലാസ്മ ബ്ലഡ് ഗ്രൂപ്പ് ഡിവൈഡഡ് ഇൻറ്റു 4. അതിൽ ആൻറ്റിജൻ ആർ ഒളിഗോസാക്കറൈഡ് എന്ന് പറയും. അതായത് ഒളിഗോസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ആണ്. ആൻറ്റിജൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒളിഗോസാക്കറൈഡ്സ് ആണ്. ഇനി ഇവിടെ നോക്കിയേ, റെഡ് ബ്ലഡ് സെൽ ഉണ്ട്, ആൻറ്റിബോഡീസ് ഇൻ പ്ലാസ്മ ഉണ്ട്, ആൻറ്റിജൻ ഇൻ RBC. അതിൽ ഓരോന്നിൻ്റെ കേസ് നോക്കാം. എയിലാണെങ്കിൽ എന്താണ് ആൻറ്റിബോഡി? A ആയിരിക്കും. ആൻറ്റിബോഡി B ആയിരിക്കും. ബിയിലാണെന്നുണ്ടെങ്കിൽ ആൻറ്റിബോഡി A ആയിരിക്കും. AB ആണെന്നുണ്ടെങ്കിൽ നോ ആൻറ്റിബോഡീസ്. O ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ആൻറ്റിബോഡി A ഉണ്ടാവും, ആൻറ്റിബോഡി B ഉണ്ടാവും. ആൻറ്റിജൻ ആണെന്നുണ്ടെങ്കിൽ ആൻറ്റിജൻ A ഗ്രൂപ്പിന് ആൻറ്റിജൻ A, B ഗ്രൂപ്പിന് ആൻറ്റിജൻ B, AB ഗ്രൂപ്പിന് ആൻറ്റിജൻ A ആൻഡ് B, O ഗ്രൂപ്പിന് നോ ആൻറ്റിജൻ. ഇത്രയാണ് ഇനി ഗ്രൂപ്പ് O എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഡോണറാണ്. അതായത് ഗ്രൂപ്പ് Oയിൽ എന്തില്ല? ആൻറ്റിജൻ ഇല്ല. അതുകൊണ്ട് തന്നെ A ആൻഡ് B ആൻറ്റിജൻ ഇല്ലാത്തത് കൊണ്ട് റിസീവർ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രതിരോധിക്കില്ല. അതായത് യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയും. ഇനി ഗ്രൂപ്പ് A ബിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സൽ റെസിപ്പിയൻസ് ആണ്. അതിലെന്തില്ല? നോ ആൻറ്റിബോഡീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഗ്രൂപ്പ് AB യൂണിവേഴ്സൽ റെസിപ്പിയൻസ് ആണ്. ഇനി ഹ്യൂമൻ ABO ജീൻ ഈസ് ഫൗണ്ട് ഇൻ ക്രോമസോം 9. അത് നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക, എങ്ങാനും ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ചെയ്യാം. ഹ്യൂമൻ ABO ജീൻ ഈസ് ഫൗണ്ട് ഇൻ ക്രോമസോം 9. ഇനി ഗ്രൂപ്പ് O ഇൻഡിവിജ്വൽസ് ഹാവ് ആൻ H ജീൻ ഫൗണ്ട് ഓൺ ക്രോമസോം 19. അതായത് നമുക്കറിയാം ഇൻ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ഓൾ RBC ഹാവ് എ കോമൺ H ആൻറ്റിജൻ പ്രസൻറ്റ് ഓൺ ദം. അതായത് H ആൻറ്റിജൻ എന്ന് പറഞ്ഞിട്ടൊരു ആൻറ്റിജൻ എല്ലാ ABO ഗ്രൂപ്പ്സിലും പ്രസൻ്റ് ആണ്. അത് O ഗ്രൂപ്പിലാണെങ്കിൽ അത് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് H ആൻറ്റിജനെ കാണാൻ പറ്റും.
ഈ ബോക്സ് നോക്കിയാൽ നമുക്കറിയാം ബ്ലഡ് ഗ്രൂപ്പ്, ആൻറ്റിജൻ, ഷുഗർ. നമുക്കറിയാം ഓരോ ഗ്രൂപ്പ്സിനും ഷുഗർ അതിന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ എ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഏത് ഷുഗറാണ് അറ്റാച്ച് ചെയ്ത? എൻ അസറ്റൈൽ ഗ്ലൂ ഗാലക്ടോസാമിൻ, NAG. എ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ എൻ അസറ്റൈൽ ഗാലക്ടോസാമിൻ, NAG. ബി ആണെന്നുണ്ടെങ്കിൽ ഡി ഗാലക്ടോസ്. ഒ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ നോ ഷുഗറാണ്. AB ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും മിക്സ് ആയിട്ട് വരും. എൻ അസറ്റൈൽ ഗാലക്ടോസാമിനും ഡി ഗാലക്ടോസും വരും. അതിൽ O ഗ്രൂപ്പിൽ നോ ഷുഗറാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. ഇതിൽ നോക്കി ആൻറ്റിജൻസിലെല്ലാ ഗ്രൂപ്പ്സിലും H ആൻറ്റിജൻ കോമൺ ആയിട്ട് വരുന്നില്ലേ? അതിൽ എ ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ H ആൻറ്റിജൻ ഉണ്ടാവും, എ ആൻറ്റിജൻ ഉണ്ടാവും. ബി ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ H ആൻറ്റിജനും ഉണ്ടാവും, ബി ആൻറ്റിജനും ഉണ്ടാവും. O ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ H ആൻറ്റിജൻ മാത്രമേ ഉള്ളൂ, വേറെ ആൻറ്റിജൻസ് ഒന്നുമില്ല. ABയിലാണെന്നെങ്കിൽ H ആൻറ്റിജൻ ഉണ്ടാവും, എ ആൻറ്റിജൻ ഉണ്ടാവും, ബി ആൻറ്റിജൻ ഉണ്ടാവും. ഇത്രയാണ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റത്തിൽ RBC ആവേ കോമൺ H ആൻറ്റിജൻ, എല്ലാത്തിലും H ആൻറ്റിജൻ ഉണ്ടാവും. ഇനി RH ഗ്രൂപ്പ് ജീൻ പ്രസൻ്റ് ആയിരിക്കുന്ന ക്രോമസോം 1ലാണ്. ഈ RH ഗ്രൂപ്പ് ജീൻ കണ്ടുപിടിച്ചത് ഡിസ്ക്രൈബ്ഡ് ബൈ ആരാണ്? ലാൻസ്റ്റീനർ ആൻഡ് വെയ്ൻ. ലാൻസ്റ്റീനർ ആൻഡ് വെയ്ൻ ആണ് എന്ത് ഡിസ്കവർ ചെയ്തത്? RH ഗ്രൂപ്പ് ജീൻ. നെക്സ്റ്റ് നോക്കാം. ഇൻ ദ ABO സിസ്റ്റം, അതായത് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റത്തിൽ O ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ O ഗ്രൂപ്പ് എന്തായിരിക്കും? പ്രസൻസ് ഓഫ് ആൻറ്റിജൻ O, പ്രസൻസ് ഓഫ് ബോത്ത് ആൻറ്റിജൻ A ആൻഡ് ആൻറ്റിജൻ B, ആബ്സെൻസ് ഓഫ് ബോത്ത് ആൻറ്റിജൻ A ആൻഡ് ആൻറ്റിജൻ B. ഇതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇൻ ABO സിസ്റ്റം ബ്ലഡ് ഗ്രൂപ്പ് O ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ, ഇതിലേതായിരിക്കും കറക്റ്റ് ആൻസർ? പ്രസൻസ് ഓഫ് ആൻറ്റിജൻ O, പ്രസൻസ് ഓഫ് ബോത്ത് ആൻറ്റിജൻ A ആൻഡ് ആൻറ്റിജൻ B, ആബ്സെൻസ് ഓഫ് ബോത്ത് ആൻറ്റിജൻ A ആൻഡ് ആൻറ്റിജൻ B, പ്രസൻസ് ഓഫ് ആൻറ്റിജൻ A ആൻഡ് ആബ്സെൻസ് ഓഫ് ആൻറ്റിജൻ B. ഇതിലേതായിരിക്കും ആൻസർ? ആബ്സെൻസ് ഓഫ് ബോത്ത് ആൻറ്റിജൻ A ആൻഡ് ആൻറ്റിജൻ B. ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് RH പോസിറ്റീവിനെ കുറിച്ചാണ് അടുത്തത് പഠിക്കാൻ പോകുന്നത്. RH പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ RH പോസിറ്റീവ് ബ്ലഡ്. ആദ്യമായി RH പോസിറ്റീവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഒരു RH ഗ്രൂപ്പ്സിനെ പറ്റി പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ബ്ലഡ് ഗ്രൂപ്പ്സിൽ ആൻറ്റിജൻ A, ആൻറ്റിജൻ B ഇതൊന്നും കൂടാതെ RH ആൻറ്റിജൻസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ABO ബ്ലഡ് ഗ്രൂപ്പിങ്ങിൽ RH ഗ്രൂപ്പിംഗ് സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 പോസിബിൾ ടൈപ്സ് ഉണ്ടായിരിക്കും. ABO ഗ്രൂപ്പിങ്ങിൽ RH ഗ്രൂപ്പിംഗ് സിസ്റ്റം 8 ഉണ്ടാവും. O, A, ബ്ലഡ് ഗ്രൂപ്പ് B, AB ഇതൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ